ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ആസിഫ് അലിയും രമേശ് നാരായണനും തമ്മിലുള്ള വിഷയത്തിൽ ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്നൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ ഒരു പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ മെയിൻ സ്ട്രീം ചാനലുകൾക്കും. നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മെയിൻ എല്ലാ ന്യൂസ് ചാനലിലും അത് ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ആസിഫ് അലി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന രമേശ് നാരായണനെ നിങ്ങളൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ഉണ്ടാക്കരുത്. അത് മാത്രമല്ല, ഈ വർഗീയത എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തോട്ടൊക്കെ ഇത് വേറെ രീതി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ ഈ പറയുന്ന രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ കൊണ്ട് സംഭവിച്ചതാവാം എന്നാണ് ആസിഫ് അലി പറയണത്. അപ്പോൾ എന്തായാലും ആസിഫ് അലി പറഞ്ഞ കുറച്ച് കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡൻ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പം അതായത് ആ ഒരു സമയത്ത് ഈ പറയുന്ന വ്യക്തിയുടെ കാലിന് എന്തോ സുഖമില്ലായിരുന്നു എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആങ്കറിൻ്റെ ഭാഗത്തു നിന്നൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് പുള്ളിക്കാരൻ്റെ പേര് നേരെ ചൊവ്വേ ആ പുള്ളിക്കാരത്തി വിളിച്ചില്ല. അത് മാത്രമല്ല, കാല് സുഖമില്ലാത്തത് കൊണ്ട് സ്റ്റേജിലോട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ആയിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് മൊത്തത്തിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്ന സമയത്ത് സംഭവിച്ചതാണെന്നാണ് പറയണത്. പക്ഷേ എന്തൊക്കെയായാലും നമുക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തത്, കാണിച്ചത് ഭയങ്കര അഹങ്കാരമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാര്യം ഒരാളുടെ അടുത്ത് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കുന്നതിനകത്ത് വലിയ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു സാധനം കൊടുക്കുമ്പോഴത്തേക്കൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുപോലും മര്യാദ കാണിച്ചിട്ടില്ലാത്തതാണ് നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്തത്. എന്തായാലും പുള്ളി രാവിലെ ഫോണിൽ വിളിച്ചിട്ട് ആസിഫ് അലി അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് വാക്കുകൾ ഭയങ്കരമായിട്ട് ഇടറുന്നുണ്ടായിരുന്നു. കരയുന്നതൊക്കെ പോലെ ആണ് ഫീൽ ചെയ്തതെന്നാണ് ആസിഫ് അലി പറയണത്. എന്തായാലും ബാക്കിയുടെ കണ്ടുപോകാം. ഇപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ്. അത് ഇന്നലെ ഉച്ചയ്ക്കാണ്. എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെൻറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണത്. അത് സത്യമാണ്. കാര്യം ആസിഫ് അലി മിണ്ടാതിരുന്നതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം എന്ത് വന്ന് പറയും. ഇപ്പം ആൾക്കാർ ഇപ്പം രണ്ട് രീതിയിൽ ഇപ്പോൾ ആസിഫ് അലിയുടെ ഈ ഒരു ഇൻ്റർവ്യൂവിന് പ്രതികരിക്കുന്നുണ്ട്. അതായത് കണ്ടു നിന്ന ഞങ്ങളാണോ പൊട്ടന്മാർ, അതായത് ആസിഫ് അലിക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, അപ്പം ഞങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്, നീയൊക്കെ കൂടിയല്ലേ കാണിച്ചത്. പിന്നെ അത് മാത്രമല്ല, മീഡിയക്കാരെ കുറേ ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മനുഷ്യനെ, ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നു. പല രീതിയിലോട്ടാണ് ഈ ഒരു സാധനം പോകുന്നത്. അപ്പം ആസിഫ് അലി ഒരിക്കൽ എന്തായാലും ആ പുള്ളിക്കാരനും കുഴപ്പമുണ്ടാവരുത്, ഇത് അതായത് ആസിഫിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കും കുഴപ്പമുണ്ടാവരുത് എന്നുള്ള രീതിയിലേ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും പുള്ളി എന്തായാലും നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ ഒരു മാന്യത അനുസരിച്ച് വളരെ നല്ല കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമവും ഇല്ല, എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്തായാലും വളരെ മെച്യൂറായിട്ട് തന്നെ ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തതിൽ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഇത് വർഗീയതയുടെ ഒക്കെ രീതിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറേ ബോധമില്ലാത്ത കുറേ ആൾക്കാർ എന്തിനാണെന്നോ എന്തോ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇതിനകത്ത് വലിച്ചിടേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അവിടെ നടന്ന സംഭവം എന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ബാക്കിയുടെ കണ്ടുപോകാം. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ. എന്നെ
ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു. അത് വലിയൊരു കാര്യമാണ്. കാര്യം ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു പേരിൽ മാത്രമല്ല, ആസിഫ് അലിക്ക് കിട്ടേണ്ട സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ട്രമെൻഡസ് ആയിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടിയത്, എല്ലാ രീതിയിലും കിട്ടിയത്. അതായത് മീഡിയാസിൻ്റെ ഭാഗത്തു നിന്നായാലും ഓരോ സെലിബ്രിറ്റീസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഭയങ്കര സപ്പോർട്ടായിട്ടാണ് കിട്ടിയത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെയാണ് വന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് സംസാരിച്ചത്. എന്തായാലും പുള്ളി ചെയ്ത തെറ്റ് പുള്ളിക്കാരനത് മനസ്സിലാക്കി ആസിഫ് അലിയുടെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഇടറി ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടൊക്കെയാണ് സംസാരിച്ചത്. അത് ആസിഫ് അലിക്ക് അത് മനസ്സിലായി. കാര്യം ആസിഫിനെ കാട്ടിയും ഒരുപാട് ഏജ് കൂടിയ ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരാൾ ആസിഫിൻ്റെ അടുത്ത് വന്ന് സോറി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആർക്കായാലും വിഷമമാവും. എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയം ക്ലോസ് ചെയ്യണമെന്നായിരിക്കും ബാക്കിയുള്ള എല്ലാവർക്കും. അത് ഇനിയെങ്കിലും ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ബാക്കിയുടെ കാണാം. കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും അങ്ങനെ, ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഇതിപ്പോൾ ഒരു അനുഭവമായിട്ട് എല്ലാവരും കരുതുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതുപോലെ വന്നിട്ട് ഞാൻ കുറച്ച് മുന്നേ എൻ്റെ നേരത്തെ വീഡിയോയിലും പറഞ്ഞു, കാര്യം സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് പണ്ടത്തെ കണക്കല്ല. ഇപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യും. അവർ ചിലപ്പം റിയാക്ട് ചെയ്യാൻ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ അവർ കമൻറ്റിലൂടെ വന്നിരുന്ന് റിയാക്ട് ചെയ്യും. അവർക്ക് തോന്നുന്ന രീതിയിൽ വന്നിരുന്ന് ചീത്ത വിളിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരുന്നേ പറ്റത്തുള്ളൂ. ഇതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കണ്ടപ്പോൾ അത് തെറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ബിഹേവ് ചെയ്യരുതായിരുന്നു. കാര്യം ആസിഫ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തത് കൊണ്ട് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു വിഷയം ഇതോടുകൂടി എന്തായാലും തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.